ഹായ്, ഞാൻ അദീബ്. റെഡ്മി കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്ത റെഡ്മി നോട്ട് 10S എന്നുള്ള ഫോണ് ഇപ്പോൾ പുതുതായിട്ട് റെഡ്മി നോട്ട് 11SE എന്നുള്ള പേരിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ പഴയ പുതിയ ഫോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോൺ വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഈ ഫോൺ ഒരിക്കലും നിങ്ങൾ വാങ്ങരുത്. ഈ ഫോണിൻ്റെ കൂടെ ചാർജർ പോലും തരുന്നില്ല. ഈ ഫോണിനെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കിയേക്കാം. 6.43 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു പഞ്ചോൾ ഡിസ്പ്ലേ വരുന്നത് 1100 nits ആണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ G95 പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. മാലി G76 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന GPU. LPDDR4X റാം ടൈപ്പാണ് വരുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 11 വരുന്നത്. MIUI 12.5 ആണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ്. 5000 mAh ഒരു ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഈ ഫോണിൽ നൽകിയിട്ടുണ്ട്. ക്യാമറയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ 64 മെഗാപിക്സൽ ഒരു പ്രൈമറി ക്യാമറയാണ് വരുന്നത്. 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ 13 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് വരുന്നത്. ഈ ഫോൺ ടോട്ടലായിട്ട് 3 കളർ വേരിയൻറ്റിലാണ് വരുന്നത്. ബ്ലൂ, വൈറ്റ്, ബ്ലാക്ക്, പർപ്പിൾ. അടുത്തായിട്ട് ഈ ഫോണിൻ്റെ പ്രൈസിനെ കുറിച്ച് നോക്കാം. ഈ ഫോൺ ഒരൊറ്റ സ്റ്റോറേജ് വേരിയൻറ്റിൽ മാത്രമാണ് വരുന്നത്. 6GB 64GB. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 13,999 രൂപയാണ്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 31 ഫ്ലിപ്കാർട്ട് മീ സ്റ്റോർ വഴിയാണ് നമുക്ക് ഈ ഫോൺ വാങ്ങാൻ വേണ്ടി സാധിക്കുക. പിന്നെ ഈ ഫോൺ പ്രീപെയ്ഡ് ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് 500 റുപ്പീസിൻ്റെ ഡിസ്കൗണ്ട് ഉണ്ട്. അതായത് അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് കൊടുത്ത് ഈ ഫോൺ ബുക്ക് ചെയ്യുന്നവർക്ക് ക്യാഷ് ഓൺ ഡെലിവറിക്ക് ആ ഒരു ഓഫർ ഇല്ല. അങ്ങനെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 500 റുപ്പീസിൻ്റെ ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ 1000 റുപ്പീസിൻ്റെ ബാങ്ക് ഡിസ്കൗണ്ടും ഈ ഒരു ഫോണിനുണ്ട്. ബാങ്ക് ഡിസ്കൗണ്ട്സ് എല്ലാവർക്കും കിട്ടണമെന്നില്ല. അവർ ഓഫർ തരുന്ന അതേ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഓഫർ കിട്ടുള്ളൂ. പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 500 രൂപയുടെ ഡിസ്കൗണ്ട് ഈ ഒരു ഫോണിന് കിട്ടും. എനിക്ക് പറയാനുള്ളത് ഈ ഫോൺ നിങ്ങൾ ഒരിക്കലും വാങ്ങരുതെന്നാണ് പറയാനുള്ളത്. ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ഫോൺ കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്ത റെഡ്മി നോട്ട് 10S എന്നുള്ളൊരു ഫോണാണ്. അതേ ഫോൺ ഇപ്പോൾ റീബ്രാൻഡ് ചെയ്ത് റെഡ്മി നോട്ട് 11 സീരീസിലുള്ള ഫോണാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് റെഡ്മി നോട്ട് 11SE എന്നുള്ള പേരിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ആക്ച്വലി ഈ രണ്ട് ഫോണും എക്സാക്ട്ലി സെയിം ആണ്. ഈ രണ്ട് ഫോൺ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ മറുകുള്ളവൻ അപ്പു മറുകില്ലാത്തവൻ അച്ചു എന്നൊക്കെ പറയില്ല അണ്ണൻ സിനിമയിൽ, അതുപോലെ കണ്ടുപിടിക്കാൻ അത്രക്കും പ്രയാസമാണ്. എനിക്ക് തോന്നുന്നു ബോക്സ് റെഡ്മി നോട്ട് 11SE എന്നുള്ള പേരിലായിരിക്കും വരിക. പിന്നെ ബോക്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇതിൻ്റെ കൂടെ ചാർജർ തരുന്നില്ല. എന്തിനാണ് നിങ്ങൾ ഈ ചാർജർ ഇല്ലാത്ത ഫോൺ വാങ്ങുന്നത്? ചാർജറിന് എത്ര കൊടുക്കേണ്ടി വരും? 1000 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഫോണിൻ്റെ പ്രൈസും 1000 രൂപ കൂടി കൂട്ടി കഴിഞ്ഞാൽ എത്രയായി? 14,999 രൂപയാണ് വരുന്നത്. എത്ര പൈസ കൊടുത്ത് ഒരു വർഷം മുമ്പ് വന്ന് ഈ ഒരു ഫോൺ വാങ്ങേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ ഫോൺ നിങ്ങൾ ഒരിക്കലും വാങ്ങരുത്. ഈ ഫോൺ വാങ്ങുന്നതിന് പകരം റെഡ്മി നോട്ട് 10S എന്നുള്ള ഫോൺ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ചാർജർ വിത്ത് ചാർജർ കിട്ടും. അത് 6GB 64GBക്ക് ഇതേ പ്രൈസാണ് വരുന്നത്. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് റെഡ്മി നോട്ട് 10Sൻ്റെ 6GB 64GB വേരിയൻറ്റ് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. കാരണം ആ ഒരു പഴയ ഫോണിൽ ഇപ്പോൾ റീബ്രാൻഡ് ചെയ്ത് പുതിയ പേരിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ സ്റ്റോക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഫോൺ വേസ്റ്റ് ആയിട്ടുള്ളൊരു ഫോണാണ്. പഴയ ഫോൺ വിറ്റ് പോവാതെ വന്നപ്പോൾ അവർ പുതിയ പേരിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. കാരണം ഇപ്പോൾ റെഡ്മിയുടെ നോട്ട് 11 സീരീസ് ആണല്ലോ ലേറ്റസ്റ്റ്. അപ്പോൾ റെഡ്മി നോട്ട് 11 സീരീസിൽ ഒരു പുതിയ ഫോൺ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ SE എന്നുള്ള ഈ ഒരു മോഡൽ റീബ്രാൻഡ് ചെയ്ത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ ഫോൺ നിങ്ങൾ എടുക്കുകയേ ചെയ്യരുത്. എടുത്ത് വെറുതെ മണ്ടന്മാരാവരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. റെഡ്മി ചാർജർ ഇല്ലാതെ ലോഞ്ച് ചെയ്യുന്ന ഫസ്റ്റത്തെ സ്മാർട്ട് ഫോണാണ് ഈ റെഡ്മി നോട്ട് 11SE എന്നുള്ള ഈ ഒരു ഫോണ്. റെഡ്മി മാത്രമല്ല പഴയ സ്മാർട്ട് ഫോൺ റീബ്രാൻഡ് ചെയ്ത് പുതിയ പേരിൽ ലോഞ്ച് ചെയ്യുന്നത്. റിയൽമി കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. റിയൽമിയുടെ C സീരീസ്, അതായത് C12, C11, C13, C15 അങ്ങനെ ഒരുപാട് മോഡൽസ് ഉണ്ട്. എല്ലാം ഒരേ ഫോൺസാണ്. ബാക്ക് സൈഡിലുള്ള ഡിസൈൻ മാറ്റി മാറ്റി കൊണ്ടുവരും. നാർസോ 50i എന്നുള്ളൊരു ഫോണ് അൺബോക്സ് ചെയ്തിരുന്നു നമ്മുടെ ചാനലിൽ. ആ ഒരു ഫോണ് റിയൽമി C11 ഇല്ലേ, അതിൻ്റെ ഒരു റീബ്രാൻഡഡ് വേർഷൻ ആയിരുന്നു ആ നാർസോ 50i എന്നുള്ള ആ ഒരു ഫോണ്. മോഡൽ കറക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അഥവാ ഞാൻ തെറ്റിയിട്ടാണ് മോഡൽ പറയുന്നതെങ്കിൽ ഇവിടെ താഴെ മെൻഷൻ ചെയ്യാം. ആ ഫോണിൻ്റെ ബോക്സും ഡിസൈനും എല്ലാം നാർസോ 50i എന്നുള്ള പേരിൽ അവർ കൊണ്ടുവന്നു. സെറ്റിംഗ്സിൽ പോയി നോക്കിയ സമയത്ത് ആ ഫോണിൻ്റെ ഡിവൈസ് നെയിം കാണിക്കുന്നത് റിയൽമി C11 2021 എന്നാണ് കാണിക്കുന്നത്. അഥവാ നിങ്ങളുടെ കയ്യിൽ ഈ ഫോൺ കിട്ടുകയാണെങ്കിൽ ആ സെറ്റിംഗ്സിൽ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മേ ബി ആ ഒരു സെറ്റിംഗ്സിൻ്റെ അബൌട്ട് സെക്ഷനിൽ റെഡ്മി നോട്ട് 10S എന്നായിരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. കാരണം സോഫ്റ്റ്വെയറും എക്സാക്ട്ലി സെയിം ആണ്. റീബ്രാൻഡ് ചെയ്ത് ലോഞ്ച് ചെയ്യുമ്പോൾ ആൻഡ്രോയിഡ് 12 ലിങ്ക് കൊടുക്കുകയായിരുന്നു. ഇവിടെ അതും ചെയ്തിട്ടില്ല. അതേ സെയിം ഫോണ്, എക്സാക്ട്ലി സെയിം ഫോണ്. പണ്ടത്തെ സിനിമയിൽ നമ്മൾ ആൾമാറാട്ടൊക്കെ ചെയ്യൂലേ, അതായത് ഡബിൾ റോൾ വരുമ്പോൾ മറുക് വെച്ചിട്ട് വരില്ലേ സെക്കൻഡ് റോള്, അതേപോലെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഫോണിനെ കുറിച്ച് എന്താ പറയേണ്ടതെന്ന് തന്നെ അറിയില്ല. നിങ്ങൾ ഈ ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ
ഒരിക്കലും വാങ്ങരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഫോണിനെ കുറിച്ചുള്ള വീഡിയോ യൂട്യൂബിൽ അധികം നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. കാരണം എല്ലാ യൂട്യൂബേഴ്സും ഇത് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം പഴയ ഫോൺ തന്നെ ലോഞ്ച് ചെയ്യില്ലേ, ഇതിന് എന്തിനാണ് വെറുതെ ഒരു വീഡിയോ ചെയ്യുന്നത് വിചാരിച്ചിട്ട് പല ആളുകളും ഇത് ചെയ്യാണ്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചില്ല. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ 2 മിനിറ്റ് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ്. ബാക്കി പറയാനുള്ളത് ഈ ഫോൺ വാങ്ങണ്ടെന്നാണ് എനിക്ക് ഇത്രയും പറയാനുള്ളത്. അതുകൊണ്ടാണ് ഈ വീഡിയോൻ്റെ ലെങ്ത് ഇത്രയും കൂടാൻ കാരണം. ഇതേപോലെ പഴയ ഫോൺ റീബ്രാൻഡ് ചെയ്ത് പുതിയ പേര് ലോഞ്ച് ചെയ്തതിനേക്കാളും നല്ലത് ബ്രാൻഡ്സ് പഴയ ഫോണിൻ്റെ പ്രൈസ് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആയിരിക്കും. അതിൻ്റെ പെർഫെക്റ്റ് ഉദാഹരണമാണ് ആപ്പിളിൻ്റെ ഐഫോൺസ്. ആക്ച്വലി ഐഫോൺസിൻ്റെ പ്രൈസ് വളരെ ഹൈ ആണ്. എന്നിരുന്നാൽ പോലും അവരുടെ ആ ഒരു പ്രൈസിങ് സ്ട്രാറ്റജി ഇല്ലേ, അത് വളരെ ക്ലീൻ ആണെന്ന് വേണം പറയാം. കാരണം 13 ഇറങ്ങിയ സമയത്ത് അതിന് മുമ്പ് ലോഞ്ച് ചെയ്ത 12ൻ്റെ പ്രൈസ് കുറച്ചു, 12ന് മുമ്പ് ലോഞ്ച് ചെയ്ത 11ൻ്റെ പ്രൈസ് അതിനേക്കാളും കുറച്ചു. അപ്പോൾ ആ ഒരു ഫോൺ ആ പ്രൈസിൽ നല്ല വാല്യൂ ഉണ്ട്. പക്ഷേ റെഡ്മി ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ റെഡ്മി നോട്ട് 10 സീരീസിൽ ലോഞ്ച് ചെയ്ത അതേ പ്രൈസിനാണ് റെഡ്മി നോട്ട് 11 സീരീസും ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓബിയസ്ലി എല്ലാവരും പുതിയ റെഡ്മി നോട്ട് 11 സീരീസാണ് വാങ്ങുക. അപ്പോൾ റെഡ്മി നോട്ട് 10 സീരീസിൻ്റെ സ്റ്റോക്ക് എന്തായാലും ഡെഡായി അവിടെ കിടക്കുന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും ഇവരിങ്ങനെ ഈ പഴയ ഫോണ് പുതിയ പേരിൽ റീബ്രാൻഡ് ചെയ്ത് ലോഞ്ച് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വാങ്ങാൻ ഇന്ത്യയിൽ പൊട്ടന്മാരുണ്ട് എന്നുള്ള കാര്യം അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ്. നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു ഫോൺ വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഈ ഫോൺ വാങ്ങരുതെന്നുള്ള കാര്യം തന്നെ അവരോട് പറയാം. പിന്നെ ഈ ഫോണിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൻ്റെ ബോക്സിൻ്റെ കൂടെ ചാർജർ കിട്ടുന്നില്ല എന്നുള്ളത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഉണ്ട്, പക്ഷേ ആ ചാർജർ കൊടുത്തിട്ടില്ല. റെഡ്മിയുടെ എല്ലാ ഫോൺസിലും നോക്കുകയാണെങ്കിൽ ചാർജർ വരുന്നുണ്ട്, പക്ഷേ ഈ ഒരു ഫോണിൽ ചാർജർ കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതൊരു തുടക്കമായിരിക്കും. ഇനി അങ്ങോട്ടുള്ള റെഡ്മി ഫോൺസിൽ ചിലപ്പം ചാർജർ വരാനുള്ള ചാൻസ് കുറവായിരിക്കും. ഇനി വരാനുള്ളത് റെഡ്മിയുടെ നോട്ട് 12 സീരീസ് ആണ്. അത് ചൈനയിൽ ഇനിയും ലോഞ്ച് ചെയ്തിട്ടില്ല. ചൈനയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ മേ ബി ചാർജർ ഉണ്ടായിരിക്കില്ല. ഇന്ത്യയിലോട്ട് വരുമ്പോഴും ചാർജർ അവർ എടുത്ത് കളയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്ത നത്തിങ് പുതിയൊരു ബ്രാൻഡാണ്. അവർ വരെ ചാർജർ ഇല്ലാതെയാണ് ധൈര്യമായിട്ട് ആ ഫോൺ ലോഞ്ച് ചെയ്തത്. അത് വാങ്ങാനും ഒരുപാട് പൊട്ടന്മാരുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഞാനൊരു പൊട്ടനായിരുന്നു, ഞാനും മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ അൺബോക്സ് ചെയ്യാൻ മേടിച്ചാണ്. എന്നിരുന്നാലും ആ ഫോണിൻ്റെ ചാർജറിൻ്റെ പ്രൈസ് 1500 വരുന്നത് ഫ്ലിപ്കാർട്ടിൽ. അതിൻ്റെ ചാർജർ ഇപ്പോഴും ഞാൻ വാങ്ങിയിട്ടില്ല. എൻ്റെ അടുത്ത് OnePlusൻ്റെ ഒരു 65 വാട്ടിൻ്റെ ചാർജർ ഉണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ 2.5 മണിക്കൂർ കൊണ്ടൊക്കെ ചാർജ് ഫുള്ളാവുന്നതാണത്. വെയിറ്റ് ചെയ്യാം, അല്ലാണ്ട് ഇപ്പോൾ എന്താ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. അൺബോക്സ് ചെയ്യാൻ വാങ്ങിയല്ലേ, അപ്പോൾ അതിന് കുറച്ച് കുറ്റം പറയാനൊന്നുമില്ല. അതിനെക്കുറിച്ചുള്ള കുറ്റം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ പോയി ഒന്ന് കാണാം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ബ്രാൻഡ്സ് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടും. അതിലൊന്നും പോയി പെടരുത്. ഈ ഫോൺ നിങ്ങൾ വാങ്ങരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിയാവുന്ന സമയത്ത് വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ബെല്ലൈക്കൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. നമ്മൾ ചാനലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും ഇൻസ്റ്റാഗ്രാം വഴിയായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.